തെരഞ്ഞെടുപ്പുകാല രാഷ്ട്രീയ ചർച്ചകളുടെ ഉള്ളറകളിലേക്ക് വീണ്ടും 24 ഇന്റലിജൻസ്. CPIഎമ്മുമായി സഹകരിക്കുന്ന സമുദായ അംഗങ്ങളെ സംഘടനാ ചുമതലകളിൽ നിന്ന് അകറ്റി നിർത്താൻ NSS തയ്യാറെടുക്കുന്നു. ഇതിനു മുന്നോടിയായി സമുദായ അംഗങ്ങൾക്കിടെ ഒരു സർവേ നടത്തുകയാണ് നായർ സർവീസ് സൊസൈറ്റി. ലക്ഷ്യം ഒന്നേ ഉള്ളൂ: സമുദായ അംഗങ്ങളുടെ കൂറ് പാർട്ടിയോടാണോ അതോ സമുദായ നേതൃത്വത്തോടാണോ എന്നറിയാൻ. അതിൽ പാർട്ടിയോട് കൂറുള്ളവർക്ക് ആ വഴിക്ക് പോകാം. NSSന്റെ ആചാര സംരക്ഷണ പരിപാടികളിലടക്കം പങ്കെടുക്കുന്നവർക്ക് മാത്രമേ ഇനി നായർ സർവീസ് സൊസൈറ്റിയുടെ തലപ്പത്തോ അതിൻ്റെ താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനങ്ങളിലോ പ്രവർത്തിക്കാൻ കഴിയൂ. കോടിയേരി ബാലകൃഷ്ണനും G സുകുമാരൻ നായരും തമ്മിൽ പരസ്യമായി വാക്പോര് ശക്തമായ സാഹചര്യത്തിലാണ് NSS അവരുടെ നിലപാട് കടുപ്പിക്കുന്നത്. NSS നേതൃത്വം താലൂക്ക് യൂണിയനുകൾ വഴി താഴെത്തട്ടിലേക്ക് കൊടുത്ത നിർണായക സന്ദേശം ഇതാണ്: CPIഎമ്മിന്റെ ഭാഗമായി നിന്ന് സമുദായ പ്രവർത്തനം ഇനി വേണ്ട. ഇത്തരമൊരു തീരുമാനത്തിലേക്ക് NSS നേതൃത്വം എത്തിയത് ശബരിമല സമരത്തോടെയാണ്. ശബരിമല വിഷയത്തിൽ സർക്കാരുമായി ഏറെ അകന്ന NSS ഇനി CPIഎമ്മുമായി ചർച്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. സമുദായ അംഗങ്ങളുടെ രാഷ്ട്രീയാഭിമുഖ്യം NSS പരിശോധിക്കും. അതിൽ CPIഎം അനുഭാവം വെച്ചു പുലർത്തുന്നവരെ അകറ്റി നിർത്തും. ഇതാണ് ഇനി നടക്കാൻ പോകുന്നത്. CPIഎം NSSന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ വഴിയാലോചിക്കുകയാണ്. കരയോഗങ്ങളിലെ NSS പ്രവർത്തകരെ ഒപ്പം നിർത്താൻ CPIഎം ശ്രമം തുടങ്ങി. പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയോടൊപ്പം നിൽക്കണമെന്നാണ് കമ്മിറ്റികളിലൂടെ CPIഎം NSS ആഭിമുഖ്യമുള്ള പാർട്ടി അംഗങ്ങളോട് ആവശ്യപ്പെടുന്നത്. ശബരിമല വിധി നടപ്പാക്കാൻ സർക്കാർ നിർബന്ധിതമായ സാഹചര്യവും CPIഎം ഇത്തരം യോഗങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. NSSും CPIഎമ്മും താഴെത്തട്ടിൽ പ്രവർത്തകരെ സംഘടിപ്പിക്കുകയാണ്. ലക്ഷ്യം തെരഞ്ഞെടുപ്പ് തന്നെ. തിരുവനന്തപുരം ഉൾപ്പെടെ ചില മണ്ഡലങ്ങളിൽ NSS രാഷ്ട്രീയ നിലപാടെടുക്കുമെന്ന് വ്യക്തമാണ്. NSS എന്ത് രാഷ്ട്രീയ തീരുമാനമെടുത്താലും അതിന്റെ കാതൽ ഇത്തവണ CPIഎം വിരുദ്ധതയായിരിക്കും. കുമ്മനം രാജശേഖരൻ മാർച്ച് ആദ്യവാരം മിസോറാം ഗവർണർ സ്ഥാനം രാജിവെക്കും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ കുമ്മനത്തോട് BJP ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടു. മോഹൻലാൽ മത്സരരംഗത്തുണ്ടാവില്ലെന്ന് ഉറപ്പിച്ച സാഹചര്യത്തിലാണ് മിസോറാമിൽ നിന്ന് കുമ്മനത്തെ BJPയും RSSും തിരികെ വിളിക്കുന്നത്. വിജയസാധ്യതയുണ്ടെന്ന് BJP വിലയിരുത്തുന്ന തിരുവനന്തപുരത്ത് ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ വലിയ ചർച്ചയാണ് ആ പാർട്ടിയിൽ നടക്കുന്നത്. മോഹൻലാലിനെ മത്സരിപ്പിക്കാനുള്ള നീക്കം പൊളിഞ്ഞതോടെ മറ്റു സ്ഥാനാർത്ഥികൾക്കായി നെട്ടോട്ടമായി. ഇതിനിടയിൽ സീറ്റ് മോഹികളായ നേതാക്കൾ പിന്തുണ തേടി RSS കേന്ദ്രങ്ങളിലേക്കും പോയി. സുരേഷ് ഗോപി മത്സരിക്കണമെന്ന ആലോചനയും ഒരു ഘട്ടത്തിലുണ്ടായി. കുമ്മനം രാജശേഖരനെ തിരികെ വിളിച്ച് BJPയുടെ ചുമതല ഏൽപ്പിക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമായിരുന്നു. ശബരിമല സമരം നയിക്കാൻ കുമ്മനം വരുമെന്ന് BJP നേതാക്കളിൽ ചിലർ കരുതി. PS ശ്രീധരൻപിള്ളയുടെ നേതൃത്വം ചോദ്യം ചെയ്ത് നേതാക്കളിൽ ചിലർ പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തു. ഇതോടെയാണ് കേന്ദ്ര നേതൃത്വം കുമ്മനത്തെ തിരികെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. കുമ്മനം രാജശേഖരൻ ഉടൻ മിസോറാം ഗവർണർ സ്ഥാനം രാജിവെക്കും. തിരുവനന്തപുരത്ത് കുമ്മനം മത്സരിക്കും. കുമ്മനം രാജശേഖരൻ തിരികെ വന്നാൽ BJPയിലെ വിഭാഗീയത അവസാനിക്കുമെന്ന് കേന്ദ്ര നേതൃത്വം കരുതുന്നുണ്ട്. PS ശ്രീധരൻപിള്ളയ്ക്കെതിരെ പാർട്ടിയിൽ പടയൊരുക്കം തുടങ്ങി. BJP ദേശീയ നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചും വിഭാഗീയത കേരളത്തിൽ ശക്തമാണ്. കുമ്മനം രാജശേഖരനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ട MS കുമാറിന് PS ശ്രീധരൻപിള്ള കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതും വിവാദമായി. പത്തനംതിട്ടയും തൃശൂരുമടക്കം വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളിൽ BJP കേന്ദ്ര നേതൃത്വം നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. RSSനായിരിക്കും ഈ മണ്ഡലങ്ങളുടെ ചുമതല.
പത്തനംതിട്ടയിൽ NSS പിന്തുണയോടെ സ്വതന്ത്രനെ മത്സരിപ്പിക്കാനും നീക്കമുണ്ട്. എന്നാൽ ശബരിമല കർമ്മസമിതി ഇക്കാര്യത്തിൽ ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ധാരണയുണ്ടായാൽ പന്തളം കൊട്ടാര പ്രതിനിധി ശശികുമാര വർമ്മ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകും. PJ ജോസഫിന് ലോക്സഭാ സീറ്റ് നൽകാൻ KM മാണിയോട് ആവശ്യപ്പെടാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു. ജോസഫ് മത്സരിച്ചാൽ ഇടുക്കിയും കോട്ടയവും വെച്ചുമാറാൻ കോൺഗ്രസ് തയ്യാറായേക്കും. പക്ഷേ KM മാണി ഈ നിർദ്ദേശം തള്ളും. കോൺഗ്രസിലെ മാണി വിരുദ്ധരെ കൂട്ടുപിടിച്ച് നീക്കം ഊർജിതമാക്കുകയാണ് PJ ജോസഫ്. പെരുന്നയിലും ദേവലോകത്തുമെത്തി ജോസഫ് അനുഗ്രഹം തേടിക്കഴിഞ്ഞു. ഒന്നും നടന്നില്ലെങ്കിൽ മാണിയുടെ മണ്ഡലത്തിൽ വിമതനായി ജോസഫിനെ പ്രതീക്ഷിക്കാമെന്നാണ് 24 ഇന്റലിജൻസിന് ലഭിക്കുന്ന സൂചനകൾ. PJ ജോസഫിന് വേണ്ടി കോട്ടയവും ഇടുക്കിയും തമ്മിൽ വെച്ചുമാറാൻ കോൺഗ്രസ് തയ്യാറാണ്. ജോസഫ് ഇടുക്കിയിൽ മത്സരിക്കട്ടെ, കോൺഗ്രസ് സ്ഥാനാർത്ഥി കോട്ടയത്ത് നിൽക്കാം. ഈ നിർദ്ദേശം ഔദ്യോഗികമായി KM മാണിയെ കോൺഗ്രസ് അറിയിക്കും. ജോസഫ് മത്സരിക്കുന്നതാണ് മുന്നണിക്ക് നല്ലത് എന്ന കോൺഗ്രസിന്റെ മനസ്സിലിരിപ്പ് മാണിയെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കും. കോൺഗ്രസ് നീക്കത്തിൽ അമർഷം പൂണ്ടിരിക്കുന്ന മാണി ഈ നിർദ്ദേശം തള്ളും. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ അനുഗ്രഹാശിസുകളോടെ PJ ജോസഫ് വിമത സ്ഥാനാർത്ഥിയായി മാണിയുടെ തട്ടകത്തിൽ മത്സരിച്ചേക്കാം. അത്രയ്ക്ക് സങ്കീർണമാണ് കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ. PJ ജോസഫിന് UDF-ൽ നിന്ന് കിട്ടുന്ന ധാർമ്മിക പിന്തുണ മാണിയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തെ വെല്ലുവിളിക്കാൻ ജോസഫിന് ധൈര്യം കിട്ടുന്നത് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തന്നെയാണ്. ഇക്കാര്യം മാണിക്ക് നന്നായി അറിയാം. PJ ജോസഫ് മത്സരിച്ച് ജയിച്ചാൽ UPA സർക്കാർ രൂപീകരിക്കുന്ന സാഹചര്യത്തിൽ ആർക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്നത് ഒരു തർക്കവിഷയമാണ്. മുതിർന്ന നേതാവെന്ന നിലയിൽ ജോസഫിന് അവകാശവാദം ഉന്നയിക്കാം. ഇതൊക്കെ മുന്നേ കണ്ടാണ് മാണി പദ്ധതി തയ്യാറാക്കിയത്. എന്നാൽ ജോസഫ് അത് പൊളിക്കാൻ നോക്കുകയാണ്. ജോസഫിന് ഇടുക്കി നൽകി കോൺഗ്രസ് മറ്റൊരു പരീക്ഷണത്തിന് കൂടി ശ്രമിക്കുകയാണ്. ആന്റോ ആന്റണിയെ കോട്ടയത്തേക്ക് മാറ്റി PC വിഷ്ണുനാഥിനെ പത്തനംതിട്ടയിൽ നിർത്താം. ശബരിമല പ്രശ്നം ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ആന്റോ ആന്റണിക്ക് കോട്ടയം നൽകാൻ കോൺഗ്രസ് ആലോചിക്കുന്നത്. ഈ ലക്ഷ്യവും കോൺഗ്രസിന്റെ നീക്കങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാം. എന്നാൽ KM മാണി ഇപ്പോൾ ആശങ്കാകുലനാണ്. PJ ജോസഫിന് പാർട്ടിയിൽ പതിവിൽ കൂടുതൽ പിന്തുണയുണ്ടിപ്പോൾ. പെരുന്നയിലും ദേവലോകത്തും ജോസഫ് അനുഗ്രഹം തേടി പോവുകയും ചെയ്തു. ഇതൊക്കെ ഒരു വെല്ലുവിളിയാണെന്ന് KM മാണിക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ലത്തീൻ കത്തോലിക്ക സഭയ്ക്കായി ഇടതുമുന്നണി നീക്കിവെക്കും. അത് CPI-ന്റെ വിഹിതത്തിൽ നിന്നായിരിക്കും. ആലപ്പുഴയിലോ എറണാകുളത്തോ സഭ നിർദ്ദേശിക്കുന്ന ഒരാൾ സ്ഥാനാർത്ഥിയാകും. ആർച്ച് ബിഷപ്പ് സൂസേബാക്യമാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിൽ. ലത്തീൻ സഭയുടെ നയരൂപീകരണ സമിതിയായ KRLCCയുടെ തലപ്പത്തുള്ള ഒരാളായിരിക്കും ഇവിടെ സ്ഥാനാർത്ഥിയാകുക. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം എന്നീ മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമുള്ള ലത്തീൻ സമുദായത്തെ ഒപ്പം നിർത്താനാണ് ഇടതുമുന്നണി ആലോചിക്കുന്നത്. സഭ നിർദ്ദേശിക്കുന്ന ഒരാളെ മത്സരിപ്പിക്കാൻ CPM തത്വത്തിൽ തീരുമാനിച്ചു. അത് എറണാകുളത്തോ ആലപ്പുഴയിലോ ആയിരിക്കുമെന്നാണ് 24 ഇന്റലിജൻസിന് ലഭിച്ച വിവരം. എറണാകുളത്തെ ചില ലത്തീൻ സമുദായ നേതാക്കൾ CPM നേതാക്കളുമായി 2 വട്ടം ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ആർച്ച് ബിഷപ്പ് സൂസേബാക്യത്തിന്റെ അനുഗ്രഹാശിസുകളോടെയാണ് ചർച്ചകൾ നടക്കുന്നത്. ലത്തീൻ സഭയുടെ പരമോന്നത നയരൂപീകരണ സമിതിയായ KRLCC-യാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഈ സംഘടനയുടെ ഭാരവാഹികളിൽ ആരെങ്കിലും ആയിരിക്കും മത്സര രംഗത്തിറങ്ങുന്നത്.
എറണാകുളത്തെ ലത്തീൻ സമുദായ നേതാവ് ഷാജി ജോർജിന്റെ പേര് സജീവ പരിഗണനയിലാണ്. CPIM എറണാകുളം ജില്ലാ കമ്മിറ്റി ഷാജി ജോർജിന്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ UDF ഈ വിഷയത്തിൽ കരുതലോടെയാണ് നീങ്ങുന്നത്. സമുദായ വോട്ടുകൾ ഭിന്നിക്കാതെ UDF പക്ഷത്തേക്ക് എത്തിക്കാൻ KV തോമസിനെയാണ് കോൺഗ്രസ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എറണാകുളത്ത് ലത്തീൻ സമുദായ നേതാവ് മത്സരിച്ചാൽ KV തോമസിന്റെ സാധ്യതയെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക അദ്ദേഹത്തിനുണ്ട്. ഓഖി ദുരന്തം കൈകാര്യം ചെയ്തതിൽ സംസ്ഥാന സർക്കാരിനെ ലത്തീൻ സമുദായം ആദ്യം വിമർശിച്ചിരുന്നു. എന്നാൽ പിന്നീട് CPIM നേതൃത്വം ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുകയായിരുന്നു. ആർച്ച് ബിഷപ്പ് സൂസേബാക്യവുമായി CPIM നിരന്തരമായ ചർച്ചകൾ നടത്തുകയും ചെയ്തു. എന്നാൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന പരസ്യ നിലപാട് ലത്തീൻ സമുദായം ഈ തെരഞ്ഞെടുപ്പിലും സ്വീകരിച്ചേക്കില്ല. LDFന് പരസ്യ പിന്തുണ നൽകിയാൽ സഭയ്ക്കകത്തു തന്നെ അത് ചോദ്യം ചെയ്യപ്പെടും. TP ചന്ദ്രശേഖരൻ കേസിൽ ഹൈക്കോടതിയിലെ നടപടികൾ വേഗത്തിലാക്കാൻ ശ്രമം തുടങ്ങി. കേസിലെ ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന ഹർജി അടിയന്തരമായി പരിഗണിക്കാനാണ് സാധ്യത. ഇക്കാര്യം ഉന്നയിച്ച് പരാതിക്കാരിയായ KK രമ കോടതിയെ സമീപിക്കും. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് TP കേസ് പുനർജീവിപ്പിക്കാനാണ് ശ്രമം. കാസർഗോഡ് ഇരട്ടക്കൊലപാതകം തെരഞ്ഞെടുപ്പ് വിഷയമാകുന്നതിനോടൊപ്പം TP കേസും ചർച്ചാ വിഷയമാക്കാനാണ് ശ്രമം. KK രമയുടെ സാന്നിധ്യം ഇക്കാര്യത്തിൽ UDFന് ഗുണം ചെയ്യും. അരിയിൽ അബ്ദുൾ ഷുക്കൂർ കേസിലെ നടപടികളും വേഗത്തിലാക്കാൻ CBIക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിൽ വിപുലമായ ഗൂഢാലോചന നടന്നുവെന്നും അത് CBI അന്വേഷിക്കണമെന്നുമായിരുന്നു RMPയുടെയും KK രമയുടെയും ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി നടപടികൾ മുന്നോട്ടു പോകാതെ ഫയലിൽ ഉറങ്ങുകയായിരുന്നു. മാറിയ സാഹചര്യത്തിൽ ഹർജി വേഗത്തിലാക്കാൻ നീക്കം തുടങ്ങിയതായി 24 ഇന്റലിജൻസിന് വിവരം ലഭിച്ചു. ഹർജിയിൽ ഉടൻ വാദം കേൾക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടും. കേസ് CBIക്ക് കൈമാറി കഴിഞ്ഞ UDF സർക്കാർ വിജ്ഞാപനമിറക്കിയിരുന്നു. എന്നാൽ CBI കേസ് ഏറ്റെടുത്തില്ല. ഇതോടെയാണ് KK രമ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇനി കോടതിയിൽ നിയമപോരാട്ടം തുടരും. കേസ് CBIയെ ഏൽപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ കോടതിയിൽ വിയോജിപ്പ് അറിയിക്കും. വിചാരണ പൂർത്തിയായ കേസിൽ ഇനി അന്വേഷണം വേണ്ടെന്നാണ് സർക്കാർ നിലപാട്. എന്നാൽ മാറിയ സാഹചര്യത്തിൽ കേസ് ഏറ്റെടുക്കാൻ CBI തയ്യാറായേക്കും. ചന്ദ്രശേഖരന്റെ കൊലപാതകം CPM നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയുടെ ഫലമാണെന്ന് KK രമ നൽകിയ ഹർജിയിൽ ആരോപിച്ചിരുന്നു. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ ഗൂഢാലോചന കേസ് ഒതുക്കിയത് UDF സർക്കാർ തന്നെയാണെന്ന ആരോപണം കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. VT ബൽറാം ഇക്കാര്യം തുറന്നു പറഞ്ഞത് കോൺഗ്രസിൽ വലിയ ചർച്ചയായിരുന്നു. TP കേസ് തെരഞ്ഞെടുപ്പ് വേദികളിൽ ചർച്ചയാക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വവും മറുപടി പറയാൻ ബാധ്യസ്ഥരാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ മുൻ മന്ത്രിമാരടക്കം കോൺഗ്രസ് നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ മറുപടി പറയാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല. CPM നേതാക്കൾ പ്രതികളായ അരിയിൽ അബ്ദുൾ ഷുക്കൂർ കൊലക്കേസിലും CBI നടപടികൾ വേഗത്തിലാക്കും. P ജയരാജനും TV രാജേഷിനുമെതിരായ കുറ്റപത്രം മടക്കിയ തലശ്ശേരി കോടതി വിധിക്കെതിരെ തുടർ നിയമ നടപടികൾ CBI ഉടൻ തുടങ്ങും. CBIയുടെ ചെന്നൈ ജോയിന്റ് ഡയറക്ടർ ഈ രണ്ടു കേസിലും നടപടികൾ വേഗത്തിലാക്കാൻ അന്വേഷണ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പുകാല രാഷ്ട്രീയ ചർച്ചകളുടെ അകംപൊരുളുമായി 24 ഇന്റലിജൻസ് വീണ്ടും വരും.
ഫ്ലവേഴ്സും ഫ്ലവേഴ്സ് ഗ്രൂപ്പിലെ വാർത്താ ചാനൽ 24 ഫ്രീ ടെലിവിഷൻ ചാനലുകളാണ്. ലഭിക്കുന്നില്ല എങ്കിൽ ചോദിച്ചു വാങ്ങുക.